തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ പുറത്തു വന്നതോടെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുന്നതിലെ ഇരു മുന്നണികളുടെയും വിശ്വാസ്യത ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. പ്രകടന പത്രിക നടപ്പാക്കാനുള്ളതല്ലെന്ന് പ്രഖ്യാപിച്ച നേതാക്കളെയാണോ, പദ്ധതികളുടെ പ്രോഗ്രസ് കാർഡുകൾ പുറത്തിറക്കിയ മുന്നണികളെയാണോ ജനങ്ങൾ വിശ്വാസ്യതയിലെടുക്കുക എന്നതാണ് പ്രധാനം. വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി അടക്കം ഒട്ടേറെ കാര്യങ്ങൾ വോട്ടർമാർ വിലയിരുത്തുമെന്ന് ഉറപ്പാണ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നതാണ് ഇരു പ്രകടന പത്രികകളിലും സാദൃശ്യമുള്ള ഒരു ഘടകം. ഇതു മതി വാഗ്ദാനം ചെയ്തവരുടെ വിശ്വാസ്യത അളക്കാൻ. ഒരേ വാഗ്ദാനം എങ്ങനെ ഇരു മുന്നണികളും മുൻപ് നടപ്പാക്കിയിട്ടുണ്ട് എന്ന താരതമ്യമാകും ഇവിടെ നിർണായകമാവുക. നിലവിലുള്ള 2000 രൂപ ക്ഷേമ പെൻഷനിൽ 1900 രൂപയും വിവിധ ഇടത് സർക്കാരുകളുടെ സംഭാവനയാണ്. അത് കുടിശ്ശികയില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അവർക്ക് കഴിഞ്ഞു. 2016 UDF സർക്കാർ സ്ഥാനമൊഴിയുമ്പോൾ 18 മാസം ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിരുന്നു എന്നത് UDF വാഗ്ദാനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് പോറലേൽപ്പിക്കുന്ന ഘടകമാണ്. പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയാണ് മറ്റൊന്ന്. UDF സർക്കാർ പാതി വഴിയിൽ ഉപേക്ഷിച്ചുപോയ 1 ഡസൻ പദ്ധതികളെങ്കിലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടത് സർക്കാർ യാഥാർത്ഥ്യമാക്കി. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, പവർ ഹൈവേ, വിഴിഞ്ഞം തുറമുഖം, ഇങ്ങനെ LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം യാഥാർത്ഥ്യമായ പദ്ധതികൾ നിരവധിയുണ്ട്. UDF പ്രകടന പത്രിക വായിക്കുന്ന ഏതൊരാൾക്കും ഇത് യാഥാർത്ഥ്യമാകുമോ എന്ന സംശയം ഉയരാൻ കാരണം മുൻ UDF സർക്കാരുകളുടെ നിലപാടുകൾ തന്നെ. ധനസമാഹരണം മറ്റൊരു മുഖ്യ ഘടകമാണ്. പല വമ്പൻ പദ്ധതികളും പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് കിഫ്ബിയിലൂടെയായിരുന്നു. എന്നാൽ കിഫ്ബി പിരിച്ചുവിടുമെന്ന് പ്രഖ്യാപിച്ച UDF നേതാക്കൾക്ക് തങ്ങളുടെ ബദൽ ധനസമാഹരണ മാർഗം എന്തെന്ന് പറയാൻ കഴിയുന്നുമില്ല. അഴിമതിരഹിതവും സമയബന്ധിതവുമായി പദ്ധതികൾ പൂർത്തിയാക്കുക എന്നതാണ് മറ്റൊരു കടമ്പ. മുൻ UDF സർക്കാരുകളുടെ ട്രാക്ക് റെക്കോർഡുകൾ അക്കാര്യത്തിൽ അവരെ വിശ്വാസത്തിലെടുക്കാൻ പൊതുജനത്തെ പ്രേരിപ്പിക്കുന്നില്ല. പൊളിച്ചു നിർമ്മിക്കേണ്ടി വന്ന പാലാരിവട്ടം പാലം UDFനെ ഇനിയും കാലങ്ങളോളം വേട്ടയാടും. പല പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച UDFനെയും വമ്പൻ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയ LDFനെയും വോട്ടർമാർ താരതമ്യം ചെയ്യും എന്നതും UDF പ്രകടന പത്രിക നേരിടുന്ന വെല്ലുവിളിയാണ്. മെട്രോ, വാട്ടർ മെട്രോ, മലയോര തീരദേശ ഹൈവേകൾ, വലിയ പാലങ്ങൾ തുടങ്ങി ഒട്ടേറെ മുൻ അനുഭവങ്ങളുമുണ്ട് LDFൻ്റെ പ്രകടന പത്രികയ്ക്ക് വിശ്വാസം നൽകുന്നതായി. ഇടവേളകളിൽ കൃത്യമായി പ്രോഗ്രസ് കാർഡുകൾ പുറത്തിറക്കി വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കാൻ LDF സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉള്ളിലെ പോരും പരസ്പരമുള്ള ആരോപണങ്ങളും UDF ഭരണകാലത്ത് ഭരണം തന്നെ അനിശ്ചിതത്വത്തിലാക്കിയിട്ടുണ്ട്. പിന്നെയല്ലേ പ്രകടന പത്രിക നടപ്പാക്കുന്നത്? പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളതല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച നേതാക്കൾ ഒരു വശത്ത്, നടപ്പാക്കിയ പദ്ധതികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും പുറത്തിറക്കിയ ഒരു മുന്നണി മറുവശത്ത്. വാഗ്ദാനങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയും വിശ്വാസ്യത ആർക്കാണ് കൂടുതലെന്ന് പൊതുജനം തീരുമാനിക്കട്ടെ. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.